MK ഹരിദാസ്, ഇവിടെ ഈ മുഖ്യമന്ത്രി ഗൺമാൻ നടത്തിയ ഈ മർദ്ദനമുണ്ടല്ലോ, ഈ ലാത്തിയടി, ഇത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് വിശദീകരിച്ചാൽ എന്താണ് കുഴപ്പം? അതെന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്, ഈ ഗൺമാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രിക്ക് കുഴപ്പം? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പിടിവാശിയായിട്ട് നിൽക്കുന്നത്? ആദ്യ ദിവസം ശരിയാണ്, നവകേരള ബസ്സിലിരുന്ന് കണ്ടില്ല മുഖ്യമന്ത്രി, അതിനുശേഷം അദ്ദേഹം ഇത് എന്തെങ്കിലും ചോദിച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, എന്നിട്ടും എന്തിനിങ്ങനെ ഉറച്ചു നിൽക്കുന്നു? അത് ശരിയല്ലല്ലോ. അത് CPM-നൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, സംശയമില്ലല്ലോ. സംശയം എങ്ങനെ ഉണ്ടാവാൻ? ആ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള കുശുകുശുപ്പ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ലേ? ആ ബസ്സിൻ്റെ ഉള്ളിൽ മാത്രമല്ല, ഈ പാർട്ടിക്കാർക്ക് തമ്മിൽ തന്നെ ഇപ്പം ഇവിടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തി പറയുന്നതും കണക്ക് കൂട്ടണ്ട. ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ നിറയെ ബന്ധങ്ങളുണ്ട്. അവരൊക്കെ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളിൽ വളരെ അങ്ങേയറ്റം ജനങ്ങളെ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല, കേരളത്തിൽ നടക്കുന്ന ഇത്രയും വലിയൊരു നമ്മൾ പറയില്ലേ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് ഒരു ഗൺമാൻ ചെയ്തിട്ടുള്ള ഇത്തരം ഒരു വൃത്തികേട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിയാനൊട്ട് തയ്യാറുമല്ല എന്നൊരു മുഖ്യമന്ത്രി പറയുന്നിടത്ത് അത് കേരളത്തിൻ്റെ ഭരണപരാജയമാണ്. ഭരണഘടനയെ കുറിച്ചിട്ട് ഉദ്ഘോഷിക്കുന്നവർ മനസ്സിലാക്കുക, ഈ ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവും കണ്ടവരാണ് ഈ ഭരണഘടനയെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇതൊരു ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ പെട്ടതാണ്, കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വരുത്തിക്കൊണ്ട് ഇത്തരം ഒരു യാത്രയിലൂടെ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് പണം തന്നില്ല എന്ന് 140 നിയോജക മണ്ഡലങ്ങളിലും ഉടുക്കുപാട്ട് നടത്തിയതുകൊണ്ട് കേന്ദ്രം പണം തരുക. ഇവിടെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ലാൻഡ് ചെയ്തിട്ട് കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിരത്തിയ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കോ ഈ മുഖ്യമന്ത്രിക്കോ ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഉപദേശക വൃന്ദത്തിനോ ആയിട്ടുണ്ടോ? അപ്പം 140 നിയോജക മണ്ഡലങ്ങളിൽ കേരളത്തിനെതിരായിട്ടുള്ള അവഗണന ഉണ്ട്. അർഹമായ കേന്ദ്രവിഹിതം തരുന്നില്ല. ഇതിനൊക്കെ നിങ്ങളോട് യോജിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ ഭരണത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രി കാണിക്കുന്ന ദൂർത്തിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? ഇവിടെ ശ്രീ നൌഷാദ് അലി പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് അങ്ങേയറ്റം വിയോജിപ്പ് പുലർത്തുകയാണ്. ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ 95,000 രൂപയായിരുന്നു 35,000 രൂപയായിരുന്നു ആളോഹരി കടബാധ്യത. അന്ന് 95,000 കോടി രൂപയുടെ മൊത്തം കടബാധ്യതയും കേരളത്തിനുണ്ടായിരുന്നു. അതാണിപ്പോൾ 3,58,000 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നത്. ആളോഹരി കടബാധ്യത 1,4 ലക്ഷം രൂപയായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. ഇത് കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള കണക്കാണ്. അപ്പം ഇത്തരത്തിൽ ജനങ്ങളുടെ മേൽ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് പോലും കടബാധ്യതയുടെ ഭാരം നൽകുന്ന ഒരു സർക്കാർ, ഇത്തരത്തിൽ ജനങ്ങൾ അവരുടെ പാർട്ടിക്കാരെ ദ്രോഹിക്കപ്പെടുമ്പോൾ ഞാനത് കണ്ടിട്ടില്ല, എനിക്കതിൽ കാണേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടാലും അതിനെ അനുകൂലമായി സംസാരിക്കൂ എന്ന് പറയുമ്പോൾ അത് പന്തലിട്ടിട്ട് പൗരപ്രമുഖരെ ഇരുത്തിയിട്ട് അവർക്ക് 16 കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് നൽകുകയും തൊഴുത്ത് പോലൊരു സ്ഥലം കെട്ടിയിട്ട് പരാതിക്കാർക്ക് വേണമെങ്കിൽ അവിടെ പരാതി കൊടുക്കാമെന്ന് പറയുന്ന ആ സിദ്ധാന്തത്തിന് അനുകൂലമായ നിലപാടാണ് ഈ മുഖ്യമന്ത്രിയുടേത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനിൽകുമാർ കല്ലിയൂർ എന്നുള്ള ഗൺമാൻ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യം പലതരത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ആളുകൾ, ഈ ഗൺമാന് എന്താണ് യഥാർത്ഥത്തിലുള്ള ജോലി എന്നുള്ള കാര്യം വ്യാഖ്യാനിച്ച് വിശദീകരിക്കാൻ അറിവുള്ള ആളുകൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഈ സമരം ചെയ്യുന്നവരെ തല്ലുവാൻ ഈ ഗൺമാൻ അധികാരമില്ല. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല, ഈ ഗൺമാൻ അധികാരമില്ല. മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കേണ്ട ആളാണ്. എൻ്റെ അറിവ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്, ഇതറിയാവുന്ന ആളുകളോട്. അപ്പോൾ ഈ ഗൺമാൻ നടത്തിയിരിക്കുന്ന നിയമലംഘനമാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. അപ്പോൾ രക്ഷപ്പെടുവാനുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്താണ്? ഒന്നും കണ്ടില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ്. അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഒരു നിയമലംഘനത്തെ കണ്ടില്ലെന്ന് അടിക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി. അത് തല്ലുകൊണ്ടവർക്ക് അത് തോന്നണ്ടേ? മുഖ്യമന്ത്രി മഞ്ജുഷി പറയുന്നതൊക്കെ ആത്മരോഷം കൊണ്ടിട്ട് ഞാനും കേൾക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ നിലപാട് കൂടും. തല്ലുകൊണ്ടവർക്ക് അതിന്റെ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകും. ഏത് നിലയിലായാലും മർദ്ദിക്കാൻ അധികാരമില്ലെന്ന് ഒരു അധികാരവുമില്ല. അതിനെ ഈ തല്ലുകൊണ്ടവരും ആ തല്ലുകൊണ്ടവരുടെ പാർട്ടിയും എന്ത് ചെയ്തു? ശ്രീ നൌഷാദ് അലി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, കേരളത്തിലെ പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്. അത്തരം ദുർബലമായൊരു സംസ്ഥാനത്ത് ഇത്തരം വിളയാട്ടങ്ങളും ഇത്തരം ഒരു മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയും ഇല്ലെങ്കിലേ ജനങ്ങൾക്ക് അത്ഭുതമുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എന്നെ പോലുള്ളവർക്ക് പ്രതിബദ്ധത ഉണ്ടായിട്ട് പറയില്ല. ഈ യൂത്ത് കോൺഗ്രസിനെ പറ്റിയിട്ട് ഈ മുഖ്യമന്ത്രി എന്താണ് മഞ്ജുഷ ധരിച്ചു വെച്ചിരിക്കുന്നത്?
വൃത്തിയായിട്ട് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടി ഈ മുഖ്യമന്ത്രിയെ ആക്രമിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് വരുത്തുമെന്നുള്ള ബോധമാണ് അദ്ദേഹത്തിനെങ്കിൽ അദ്ദേഹം ഏത് മൂഢസ്വർഗത്തിലാണ് എന്നാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ സങ്കടകരമായ കാര്യമാണ് ഈ പിള്ളേരെ വഴിയിലിട്ട് ഇങ്ങനെ തല്ലിച്ചതച്ചിട്ടും ഈ കോൺഗ്രസിന്റെ ഏത് നേതാവാണ് വലിയ സ്വരത്തിൽ ശബ്ദിച്ചത്? ഒന്ന് പറയും, പിന്നെ അതുകൊണ്ട് അവിടെ നിർത്തും. ആരും ഒന്നും മിണ്ടുന്നില്ല ഇക്കാര്യത്തിൽ. അത് ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. തല്ലുകൊണ്ടവർക്ക് ഒരു പ്രശ്നവുമില്ല എന്ന്. തല്ലുകൊണ്ടവർക്ക് പ്രശ്നമുണ്ടാവും, പക്ഷെ തല്ലുകൊണ്ടവരെ അങ്ങോട്ട് വിടുന്ന ആളുകളുണ്ടല്ലോ മുകളിലുള്ളവർ, അവർക്കൊരു പ്രശ്നവുമില്ല. കഷ്ടമാണ് ഈ പ്രതിപക്ഷത്തിന്റെ കാര്യം. ശ്രീ എം കെ ഹരിദാസ്, താങ്കൾ തുടർന്നോളൂ. തീർച്ചയായിട്ടും ഈ കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നം ഏറ്റവും വലുതെന്താ വെച്ചാൽ ധൂർത്ത്, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ഈ 3 കാര്യങ്ങൾക്കെതിരായിട്ട് എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല മഞ്ജുഷേ. അതിന്റെ പുറമെയാണ് ഇത്തരം ആഭാസകരമായ ഒരു നവകേരള യാത്ര ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്കും കടക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഈ നവകേരള യാത്ര കൊണ്ട് ശാരീരിക ഉപദ്രവം വരെ ഉണ്ടായിട്ട് എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ ചേർന്നുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കാൻ ഇവർക്ക് ആയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഒരു പ്രതിപക്ഷ നേതാവും ഒരു പാർട്ടിയുടെ പരമോന്നത നേതാവും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പത്രസമ്മേളനത്തിൽ ആരാദ്യം സംസാരിക്കണമെന്ന കാര്യത്തിൽ പോലും കുട്ടികളെ പോലെ തല്ലുകൂടുന്ന ഇവരാണോ നാളെ ഈ ദുർഭരണം അവസാനിപ്പിച്ചിട്ട് അടുത്ത് എപ്പോഴെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ? ഈ നേതാക്കന്മാർ, ഈ പ്രതിപക്ഷത്തെ നേതാക്കന്മാർ ഒന്നിച്ചിരിക്കുന്നത് ഈ അടുത്ത് എവിടെയെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാനിതിനെ കാണുന്നത് KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? സുധാകരൻ, കോൺഗ്രസ്സുകാർ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നു എന്നുള്ളത് ഞാനല്ലല്ലോ പറഞ്ഞത്, KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്. അതുമാതിരി തന്നെ ഇവരുടെ ഒരു കനകോകുലു ആരോ വന്നിട്ട് അദ്ദേഹവും കണ്ടെത്തിയ വിഷയം അതല്ലേ. കോൺഗ്രസ്സുകാർക്കുള്ളിൽ അങ്ങേയറ്റം പ്രശ്നങ്ങളുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്. മുരളീധരൻ പറഞ്ഞത് സതീശൻ ഇഷ്ടപ്പെടില്ല, സതീശൻ പറഞ്ഞത് സുധാകരൻ ഇഷ്ടപ്പെടില്ല. ഇവർ പരസ്പരം തല്ലുമ്പോൾ ഇത്തരത്തിൽ ഇവർക്കുള്ളിലുള്ള തല്ല് മുതലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഭരണം പിണറായി വിജയൻ കാഴ്ചവെക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ നമുക്ക് എതിർക്കാൻ ആരുമില്ല എന്ന അഹംഭാവത്തിലാണ് ഈ പോക്ക്. അത് ശരിയല്ല. അത് ഗൺമാൻ രാജ് പറ്റില്ല കേട്ടോ ഇവിടെ. അല്ല, ഈ മഞ്ജുഷേ, നേരത്തെ ഇവിടെ പ്രിയ സുഹൃത്ത് നൌഷാദ് അലി അദ്ദേഹം ശൈലജ ടീച്ചറിനെ വിമർശിച്ചു, അല്ലെങ്കിൽ ചാഴിക്കാടനെ വിമർശിച്ചു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത് കേട്ടു. ഇത് പറയുന്നത് ആരാ? ഒരു വാർത്താ സമ്മേളനത്തില് മൈക്ക് താങ്കൾ സംസാരിക്കൂ, നീ സംസാരീര്, ഞാൻ സംസാരീര് എന്ന് പറഞ്ഞ് മൈക്കിന് വേണ്ടി അടികൂടിയ ടീമുകളാണെന്നേ ഈ പറയുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ജനാധിപത്യപരമായിട്ടൊരു വിമർശനം നടത്തിയതിന്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ മിസ്ലീഡ് ചെയ്ത് മാധ്യമങ്ങൾ അവതരിപ്പിച്ചതിനെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏത് സംഭവത്തെയാണ് മാധ്യമങ്ങൾ മിസ്ലീഡ് ചെയ്ത് അവതരിപ്പിച്ചത്? അല്ല, അതിൽ ക്ലാരിഫൈ ചെയ്ത് ഏത് സംഭവത്തെ മാധ്യമങ്ങൾ മിസ്ലീഡ് ചെയ്ത് അവതരിപ്പിച്ചു? ശൈലജ ടീച്ചർ അധികം കുറച്ച് സംസാരിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോസിറ്റീവ്നെസ് ആയിട്ട് പറഞ്ഞതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണിച്ചവരല്ലേ? നിങ്ങൾ നെഗറ്റീവായിട്ട് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത കാര്യത്തെ ആർക്കും മനസ്സിലാവും, നിങ്ങൾക്കാണ് മനസ്സിലാകാതെ പോയത്. നിങ്ങൾക്ക് പലതും മനസ്സിലാവൂലെന്നേ. ഞങ്ങൾക്ക് പലതും ഏറ്റവും അവസാനം നിങ്ങൾ മാപ്പ് പറയുന്ന ടീമല്ലേ? നിങ്ങൾ മാപ്പ് പറയും, അതുകൊണ്ടല്ലേ നിങ്ങളെ മാപ്രാന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഈ തെറ്റും നിങ്ങൾ ഈ കോപ്രായങ്ങളും വേദിയിൽ വെച്ച് അപമാനിച്ചത് ആരാണ്? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ ഘടകകക്ഷിയിലെ MP റബറിന്റെ കാര്യം ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതും മിസ്ലീഡ് ചെയ്തതാണോ? മിസ്ലീഡ് ചെയ്തതാണോ? അല്ല, മുഖ്യമന്ത്രി ജനാധിപത്യപരമായി ജനാധിപത്യം എന്താ ഞാൻ പറഞ്ഞ ശൈലജ ടീച്ചറിന്റെ കേസാണെന്നേ. ശൈലജ ടീച്ചറിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നാട്ടുകാർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാകില്ല, നാട്ടുകാർക്ക് മനസ്സിലാവും. അല്ലല്ല ഞാൻ വന്നല്ലോ കേട്ടോ. ഞാന് ഇവിടെ ഹരിദാസ് അല്ല
അല്ല ന്യായീകരിക്കല്ലേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്താ നിങ്ങൾക്ക് തോന്നിയത് പറയുമ്പോ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ന്യായീകരണം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നിഷ്പക്ഷരാണോ? മഞ്ജുഷ നിഷ്പക്ഷനാണോ? ഈ ഈ ഹരിദാസൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ നിഷ്പക്ഷൻ? അല്ല പിന്നെ ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇവിടെ ലാത്തിച്ചാർജ് നടത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല അല്ല അതിനെപ്പറ്റി മഞ്ജുഷേ ഞാൻ അതിനെപ്പറ്റി ആദ്യമേ പറഞ്ഞു. ഹരിദാസൻ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? ഹരിദാസൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ കടബാധ്യത ഇത്ര ഇരട്ടി. അപ്പോഴേക്കും നിങ്ങൾ പറയുന്നില്ല കേരളത്തിന്റെ GDP ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള GDP ആണോ ഇപ്പോൾ? ആ GDPക്ക് അനുപാതമായിട്ടുള്ള കടം മാത്രമേ ഈ സംസ്ഥാനത്തിന് പറ്റൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അങ്ങനെ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇപ്പൊ കേരളം. അല്ലാതെ കേരളം മാത്രം എന്തോ കടത്തിൽ അങ്ങ് പെരുവി നിൽക്കുകയാണ്. കേരളം നാളെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയിൽ പോയി സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ്. ഹരിദാസിന് ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പറഞ്ഞതാണ്. MK ഹരിദാസിന് അറിയേണ്ട. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ പറഞ്ഞതാണ് കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. ഒരു മണ്ണാങ്കട്ടെ അറിയില്ല. ചർച്ച കാണുന്നവർക്ക് അറിയോ? ഒരു മണ്ണാങ്കട്ടി താങ്കൾക്കും അറിയില്ല. ഈ പാർട്ടിയിൽ നിന്നും ജനങ്ങളെ കാണുകയാണ്. ഒന്നും അറിയില്ല. താങ്കൾക്കൊന്നും അറിയില്ല. ചുമ്മാ കിടന്ന് പറയാതെ താങ്കൾക്ക് അറിയില്ല. വസ്തു അറിയാവുന്നവരുടെ ധൈര്യത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അറിയാവുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. GDPയെ പറ്റി നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ ഇല്ല GDP ഇപ്പൊ എത്രയാ? GDP എത്രയാ? സംസ്ഥാനത്തിന്റെ GDP പറഞ്ഞോ? അല്ല GDP നിങ്ങളല്ലേ ഈ കടത്തെ എടുത്തത്? GDP പറ. കുറെ കാലമായി പറഞ്ഞിട്ട് 13% കേരളത്തിലെ മൊത്തം കേരളത്തിലെ GDP-യുടെ എത്ര ശതമാനം കട? അപ്പൊ പിന്നെ GDP ഉയർന്നു കാണിക്കും. അപ്പൊ അറിയില്ലല്ലോ എത്ര ശതമാനമാണെങ്കിലും ഇവിടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് ഹൈക്കോടതിയിൽ പോയി പറഞ്ഞത് ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് ശ്രീ അൻവർ ഷാ പാലോട്. ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാമ്പത്തിക പ്രതിസന്ധി എന്തുകൊണ്ടാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. ജനങ്ങളോട് പറയണമെങ്കിൽ അല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി പറയണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വാർത്താ കുറിപ്പ് ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ കേന്ദ്രത്തോട് പോയി പറയണം. അതല്ല ജനങ്ങളുടെ ഇടയിലേക്ക് നവകേരള ബസ് തുള്ളിച്ചോണ്ട് പോകേണ്ട ആവശ്യമില്ല. മഞ്ജുഷിന് അല്ല ഇവിടെ BJPയുടെ റെപ്രസെന്റേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ചിരുത്തിയേക്കണമെന്ന് എനിക്ക് മനസ്സിലായി. BJPയുടെ റെപ്രസെന്റേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് MK ഹരിദാസ് എങ്ങനെയാണ് BJPയുടെ റെപ്രസെന്റേറ്റീവ് ആവുന്നത്? തെറ്റ് പറയാനായിട്ട് BJPയുടെ ആളൊന്നുമല്ലാന്ന്. അതെ BJPയുടെ നറേറ്റീവ് അല്ലേ? എതിർത്ത് പറയുന്നവരെല്ലാവരും BJP ഇത് കഴിഞ്ഞ ഒരു ചർച്ചയിലും കണ്ടതാണ്. അല്ല എനിക്ക് രാഷ്ട്രീയമില്ല. ഈ പ്രോപ്പർ ചാനലിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ പറയുന്നത് മൊത്തം BJPയുടെ രാഷ്ട്രീയമാണ്, BJPയുടെ അജണ്ടയാണ്, BJP പറയുന്ന കണക്കുകളാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഈ സംസ്ഥാനം GDP-യിൽ വലിയ ശരി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ നൗഷാദ് അലി കോൺഗ്രസും പ്രതിപക്ഷ